നമസ്കാരം, അസ്സാം വലൈക്കും. ഡയറ്റീഷ്യൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. എല്ലാവർക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിന്ന് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ സ്കിന്നിൻ്റെ ഹെൽത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഏജിങ് കുറയ്ക്കാനായിട്ട്? വയസ്സാകുക എന്ന് പറയുമ്പോൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവർക്കും ഒരു ഭയമുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ എനിക്ക് 43 ഏജായി. പക്ഷേ അത്യാവശ്യം എൻ്റെ സ്കിന്ന് വലിയ കുഴപ്പമില്ല എന്നാണ് എൻ്റെ വിചാരം. മറ്റുള്ളവർ അങ്ങനെയാണ് പറയുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും. ഒട്ടും കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഡള്ളായി പോവുകയും ചെയ്യും. കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന്. ഒന്നാമത്, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഈ കെമിക്കലിൻ്റെ പുറകെ പോകരുത്. ഇപ്പോൾ ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചെക്ഷൻസ്, അതുപോലെ ട്രിപ്പൊക്കെ കിട്ടും. ഇതൊക്കെ സെലിബ്രിറ്റീസിനാണ് കൂടുതൽ നല്ലത്. കാരണം അവരുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അതാണ് അല്ലേ? നമുക്കറിയാം അവരുടെ പ്രൊഫഷൻ അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ശരീരത്തേക്ക് ആശ്രയിച്ചിരിക്കും. അപ്പം അതുകൊണ്ട് അവരുടെ പ്രൊഫഷൻ അതായതുകൊണ്ട് അതിന് കൂടുതൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ സാധാരണക്കാർക്ക് അത് നടക്കില്ല. ഒരു പ്രാവശ്യം ഇപ്പോൾ ഗ്ലൂട്ടാതയോൺ ഇഞ്ചെക്ഷനോ അല്ലെങ്കിൽ ട്രിപ്പോ ഒക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ഒന്നും കൂടെ ഡള്ളാവും. ആദ്യത്തിനെക്കാട്ടിയും പിന്നീട് വളരെയധികം ഡള്ളായി മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യാതിരിക്കുക. ചെയ്യണമെങ്കിൽ അവർ പറയുന്ന അത്രയും സിറ്റിങ് നമ്മൾ അതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് പോയിരിക്കണം. അങ്ങനെ വേണം അത് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ അതിൻ്റെ ഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യലി ഒരുപാട് ഹൈ ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ, സാധാരണക്കാർക്ക് ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറൽ വേസ് ആണ് എപ്പോഴും നല്ലത്. നിങ്ങളുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ട കാര്യം വെള്ളം നന്നായിട്ട് കുടിക്കുക. 2.5 മുതൽ 3 ലിറ്റർ വരെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാവുന്നതാണ്. ഇനി അതിൽ കൂടുതൽ കുടിക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, കിഡ്നിക്ക് ഒരുപാട് ലോഡ് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളം കുടിയൊന്നും വേണ്ട കേട്ടോ. സ്കിന്ന് നല്ലതായിട്ട് കിഡ്നി പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ ഉള്ള ആരോഗ്യം കൂടെ പോകും. അപ്പോൾ അത് വേണ്ട. ഒരു മിനിമം എമൗണ്ട് വെള്ളം കുടിക്കുക. ഫേസ് യോഗ ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റയിലും മറ്റും കാണാറുണ്ടല്ലേ ഫേസ് യോഗ ചെയ്യുന്നത്. അപ്പോൾ ഫേസ് യോഗ റെഗുലറായിട്ട് ചെയ്യുക. വളരെ ഗ്ലോ കിട്ടും, വളരെ നല്ലൊരു ഗ്ലോ കിട്ടും സ്കിന്നിന്. ഫേസ് യോഗ ഒരു റുട്ടീനാക്കി മാറ്റുക. സാധാരണ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് നേരം ഫേസ് യോഗയ്ക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചാൽ മതിയാവും. ഹാംഫുൾ കെമിക്കൽസ് ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. ഫേഷ്യലൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾ വീട്ടിൽ തന്നെ നാച്ചുറൽ രീതിയിൽ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പാർലറിലൊക്കെ പോയിട്ട് ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫേസ് യോഗ ചെയ്യണമെന്ന്. അപ്പോൾ ഫേസ് യോഗ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഫേസ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഫേസ് യോഗ ചെയ്യാം. അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അതല്ലാതെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഗ്ലിസറിൻ, ഒരു ഡ്രോപ്പ് മതിയാവും. ഗ്ലിസറിനും ഒരു ഡ്രോപ്പ് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് അത് സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ വളരെ നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് കിട്ടാനായിട്ട് അത് സഹായിക്കും. അങ്ങനെയും ചെയ്യാം. നമ്മുടെ എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഗ്ലിസറിൻ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൽ വേറെ കെമിക്കൽസ് ഒക്കെ വരുന്നതുകൊണ്ട് അതത്ര നല്ല ആവില്ല സ്കിന്നിന്. റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്ത് ആ ലേപനം നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ നോക്കൂ, പിമ്പിൾസ് ഒന്നും വരത്തില്ല. വളരെ നല്ലൊരു ഗ്ലോ കിട്ടും ഫേസിന്. ഭക്ഷണം സമയത്തിന് കഴിക്കാൻ നോക്കുക. ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത്. പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക. ഇപ്പം മിക്കവർക്കും പഞ്ചസാര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഇമോഷണൽ ഒരു ഘടകം കൂടെയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ മിക്കവർക്കും സാധിക്കില്ല. അങ്ങനെയുള്ളവർ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വീറ്റ്സിനോട് താല്പര്യം, ഇപ്പോൾ ലഡു, ജിലേബി, അലുവ ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്യുക. ബാക്കി ചായയൊക്കെ ഉള്ള ആഡ് ചെയ്യുന്ന മധുരം ഉണ്ടല്ലോ അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരിക. പെട്ടെന്ന് ഒരിക്കലും നിങ്ങൾ ഷുഗർ സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ. പല വീഡിയോസിലും ഞാൻ കാണുന്നുണ്ട് ഇപ്പോൾ 2 ആഴ്ച നിങ്ങൾ ഷുഗർ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെ ഒരിക്കലും ഷുഗർ സ്റ്റോപ്പ് ചെയ്യരുത്. ഷുഗർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രഗ്സിനെ പോലെയാണ് നമ്മുടെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഡിപ്രഷൻ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതെല്ലാവർക്കും ഓവർകം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഷുഗർ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അളവ് കുറച്ച് കൊണ്ടുവന്ന് വേണം സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങളൊരു 3 ടീസ്പൂൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 ടീസ്പൂൺ ആക്കുക, പിന്നെ 1 ടീസ്പൂൺ ആക്കുക, 1/2 ടീസ്പൂൺ ആക്കുക. അങ്ങനെ ഏകദേശം 1 മാസം കൊണ്ട് വേണം ഷുഗർ കട്ട് ചെയ്യാനായിട്ട്. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നന്നായിട്ട് ഷുഗർ കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, ഇപ്പോൾ ചായയിലൊക്കെ നന്നായിട്ട് പഞ്ചസാര ആഡ് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് ഷുഗർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് മൂഡ് സ്വിങ്സ് നിങ്ങൾക്കുണ്ടാവും. ഹോർമോൺസിൻ്റെ ഒരുപാട് ഇംബാലൻസ് നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് തന്നെ അത് ഓവർകം ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാതെ അളവ് കുറച്ച് കൊണ്ടുവന്ന് വേണം. അതെന്താ കാര്യമാണെങ്കിലും നമ്മൾ കുറച്ച് കൊണ്ടുവന്ന് വേണം സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. ഇപ്പോൾ പലപ്പോഴും ഡോക്ടേഴ്സ്
പല മെഡിസിൻസ് പറയാറില്ലേ, ആദ്യമേ റെഗുലറായിട്ട് 2 നേരം യൂസ് ചെയ്യുക, പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ 1 നേരം ആക്കുക, പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ഹാഫ് കഴിക്കുക, ഇങ്ങനെ അല്ല അവർ സ്റ്റോപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേണം ഷുഗറും സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. അവർക്ക് മനസ്സിലായല്ലോ സ്കിൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. വെള്ളം നന്നായിട്ട് കുടിക്കുക, ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ആഹാര സാധനം കഴിക്കുക, സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഫേസ് യോഗ ചെയ്യാം, എക്സസൈസ് ചെയ്യുക, പിന്നെ റിഫൈൻഡ് ആയിട്ടുള്ള ആഹാര സാധനം ഒന്ന് ഒഴിവാക്കണം കേട്ടോ. റിഫൈൻഡ് ഒഴിവാക്കാം, മധുരം കുറച്ച് കൊണ്ടുവന്നിട്ട് അത് പൂർണ്ണമായിട്ടും നിർത്താം. ഒരു കാര്യം ഞാൻ വിട്ടുപോയി പറയാനായിട്ട്, ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗം. ഇപ്പോൾ മൊബൈലൊക്കെ പലരും ഉറങ്ങുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മൊബൈലും വെച്ചങ്ങ് കിടക്കും അല്ലേ. അപ്പോൾ ആ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ തട്ടിക്കഴിഞ്ഞാൽ റിങ്കിൾസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒന്നെങ്കിൽ ലൈറ്റ് ഇട്ടിട്ട് നിങ്ങൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിൽ കുറച്ച് അകലെ വെച്ചതിന് ശേഷം മൊബൈൽ നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പോൾ വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ കൈ പിടിച്ച് കാണാതെ സ്റ്റാൻഡിൽ വെച്ച് ടേബിളിൽ ഇരുന്നിട്ട് കാണാം. കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്തിനും നല്ലതാണ്, അതുപോലെ നിങ്ങളുടെ സ്കിന്നും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും വളരെ പ്ലംബി ആയിട്ടും ഒക്കെ ഇരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ teenasudhir@gmail.com എന്ന മെയിൽ ID-യിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ ഉടനടി റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.